ഗവർണർക്ക് വഴങ്ങി സർക്കാർ. UGC കരട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ തിരുത്തി. UGC കരടിന് എതിരായ എന്ന പരാമർശം നീക്കി. പകരം UGC റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി. സർക്കുലർ തിരുത്തണമെന്ന് ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. നാളത്തെ കൺവെൻഷനിൽ നിന്ന് കേരള, കണ്ണൂർ, കാലിക്കറ്റ് സാങ്കേതിക സർവകലാശാല VC-മാർ വിട്ടുനിൽക്കും. ഗോപാൽ ഷീലാസനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ഗവർണർക്ക് വഴങ്ങിയതാണോ സർക്കാർ? ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും തന്നെയാ. കാരണം കഴിഞ്ഞ ദിവസം വരെയും ഈ ഗവർണറും സർക്കാരും തമ്മിൽ ഈ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷന്റെ പേരിൽ യാതൊരു തർക്കവും നിലനിന്നിരുന്നില്ല. അതിന്റെ വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തി വരികയായിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് ഈ കൺവെൻഷൻ നടക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇന്നലെ സംസ്ഥാന സർക്കാർ ഒരു സർക്കുലർ പുറത്തിറക്കിയത്. ഈ സർക്കുലറിന്റെ ഉള്ളടക്കമായിരുന്നു ഗവർണറെ ചൊടിപ്പിച്ചത്. ഈ സർക്കുലർ പറഞ്ഞിരുന്നത് UGC റെഗുലേഷൻ 2025-നെതിരായ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നതായിരുന്നു. ഈ പരാമർശം, അതായത് UGCക്ക് എതിരായ കൺവെൻഷൻ എന്ന രീതിയിൽ പ്രയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നതാണ് ഗവർണർ എടുത്ത നിലപാട്. തുടർന്ന് ഇന്ന് രാജ്ഭവനിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ ഈ പരാമർശം നീക്കം ചെയ്യണമെന്നും UGC കൺവെൻഷൻ, അതായത് UGC റെഗുലേഷൻ സംബന്ധിച്ച കൺവെൻഷൻ എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചുകൊണ്ട് പുനഃക്രമീകരിക്കണമെന്നുമുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് ആ തീരുമാനം അംഗീകരിക്കാൻ അല്പം വൈകി. പക്ഷെ ഒടുവിലാണെങ്കിൽ പോലും ഇന്ന് രാത്രിയോടുകൂടി ഈ പരാമർശം നീക്കം ചെയ്തുകൊണ്ട് ഗവർണർ ശുപാർശ ചെയ്ത പ്രകാരം, അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് പ്രകാരം UGC റെഗുലേഷൻ 2025 ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്ന രീതിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് സർക്കാർ ഗവർണർക്ക് ഒരു പരിധിവരെയെങ്കിലും വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മുൻ ഗവർണറുമായി ഏറ്റുമുട്ടാൻ സർക്കാർ തയ്യാറായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന് സർക്കാർ തയ്യാറല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നേരത്തെ തന്നെ ഈ പരാമർശമുള്ളതിനാൽ 4 സർവകലാശാലകളിലെ VC-മാർ ഇത്തരത്തിൽ ഈ കൺവെൻഷൻ ഹാജരാകുകയില്ല എന്നത് അറിയിച്ചിരുന്നു. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ, സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ K ശിവപ്രസാദ്, അതിനോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല VC-മാർ, ഈ 4 പേരും ഇപ്പോഴും ഈ കൺവെൻഷൻ ഹാജരാകില്ല, അല്ലെങ്കിൽ എത്തില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത്.